ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് APS ആണ്. എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം വിന്റർ 2023ലേക്ക് അപ്ലൈ ചെയ്തേക്കുന്ന മജോറിറ്റി സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ആണ് APS. സോ എന്താണ് APS, എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത്, അതുപോലെ APSന് അപ്ലൈ ചെയ്തേക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ പ്രോസസ്സ് എങ്ങനെ ഫാസ്റ്റ് ആക്കാൻ പറ്റും, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു ബോണസ് പോയിന്റ് ഉണ്ട്. നിങ്ങൾ എൻഡ് വരെ ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് APS ഇല്ലാതെ 2023 ജർമ്മനിയിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് APS എന്ന്. APS എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് സ്റ്റഡീസിന് വരുന്ന എല്ലാ സ്റ്റുഡൻസും അവരുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് APS. ഈ APS അതായത് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ജർമ്മൻ എംബസി ഓഫ് ഇന്ത്യയുടെ അക്കാഡമിക് ഇവാലുവേഷൻ സെന്റർ ആണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, നേരത്തെ ചൈനയിലും വിയറ്റ്നാമിലും ഒക്കെ ഉള്ള ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോസസ്സാണ്. പക്ഷെ ഇന്ത്യയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 2022 നവംബറിലാണ്. പിന്നെ ഇതിന്റെ പ്രോസസ്സ് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് APSന്റെ വെബ്സൈറ്റിൽ കയറി അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്തൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അതിനകത്തൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിനകത്തൊരു ഫീസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ APSലേക്ക് ഈ ഡോക്യുമെന്റ്സ് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വൺസ് നിങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റിന്റെ ഇവാലുവേഷൻ കഴിഞ്ഞാൽ APS സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യും. പക്ഷെ ടൈം വേരിയേഷൻ ഉണ്ടാവാം. പിന്നെ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നേരത്തെ ഇതൊരു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പം വൺസ് ഇത് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ട് ഇത് കിട്ടും, നിങ്ങളുടെ ഇമെയിലിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് നോക്കാം ഈ APS സർട്ടിഫിക്കറ്റ് ഡിലേ വരാനുള്ള 4 കാരണങ്ങൾ. പോയിന്റ് നമ്പർ 1, ഡിമാൻഡ്. അതായത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുന്ന എല്ലാ സ്റ്റുഡൻസും മാൻഡേറ്ററി ആയിട്ട് ഈ പ്രോസസ്സ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസും കൂടുതലാണ്, പ്രോസസ് ടൈമും കൂടുന്നുണ്ട്. പോയിന്റ് നമ്പർ 2, വേരിഫിക്കേഷൻ പ്രോസസ്. അതായത് APS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ അക്കാഡമിക് ഇവാലുവേഷൻ സെന്റർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം തന്നെ വേരിഫിക്കേഷൻ കോഴ്സും അതുപോലെ അവരുമായിട്ടുള്ളൊരു കോർഡിനേഷനിലുമാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. സോ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് വൈകാനുള്ള ചാൻസസ് ഉണ്ട്. പോയിന്റ് നമ്പർ 3, നിങ്ങളുടെ ഇൻകറക്റ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഫേക്ക് സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സിൽ വരുന്ന മിസ്മാച്ചസ്, അതായത് നിങ്ങളുടെ സർനെയിം അല്ലെങ്കിൽ നിങ്ങളുടെ നെയിമിന്റെ സ്പെല്ലിംഗ് എറേഴ്സ്, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുക, ഇങ്ങനെയുള്ള മിസ്മാച്ചസ് വന്നു കഴിഞ്ഞാലും ഈ പ്രോസസ്സ് ഡിലേ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പോയിന്റ് നമ്പർ 4, നിങ്ങളുടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ്. അതായത് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ മെയിൽ ID അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പേഴ്സന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. പലപ്പോഴും സ്റ്റുഡൻസ് ചെയ്യുന്നത് ചിലപ്പോൾ പ്രൊഫസറിന്റെ പേഴ്സണൽ ID ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഡൊമൈനിന്റെ ID കൊടുക്കണം എന്നുണ്ട്. പക്ഷെ ഇതും സ്റ്റുഡൻസ് തെറ്റിച്ച് കാണാറുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്താൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് APS കിട്ടും. അതുപോലെ ഒരു അഡീഷണൽ പോയിന്റും കൂടെ ഞാൻ പറയാം. APS ചിലപ്പം വേരിഫിക്കേഷൻ കോൾസ് സ്റ്റുഡൻസിന് ചെയ്യാറുണ്ട്. ഈ ടൈമിങ്ങിൽ സ്റ്റുഡൻസ് ഈ കോൾസ് മിസ്സാക്കി കഴിഞ്ഞാൽ റീഷെഡ്യൂൾ ചെയ്യാൻ എഗെയിൻ നിങ്ങൾക്ക് ടൈം എടുക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് APS പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഇനി ആദ്യം പറഞ്ഞ പോലെ തന്നെ APSന് അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാനും നിങ്ങൾക്ക് APS സർട്ടിഫിക്കറ്റ് കിട്ടാനും എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് APSന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് വേരിഫിക്കേഷൻ കോൾ ചെന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ ഇനി ഇൻ കേസ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫസറിനെ കൊണ്ട് APSലേക്ക് ഒരു ഫോളോ അപ്പ് മെയിൽ കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ IDയും ഡീറ്റെയിൽസും വെച്ച് APSലേക്ക് മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അവസാനമായി കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന പോയിന്റ്, എങ്ങനെയാണ് APS ഇല്ലാതെ ജർമ്മനിയിൽ 2023 അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളത്. ജർമ്മനിയിൽ സ്റ്റേറ്റ് അക്രഡിറ്റഡ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റീസിന്റെ എല്ലാം മെയിൻ ക്യാമ്പസ് UK, ഫ്രാൻസ്, ഇറ്റലി അങ്ങനെയുള്ള കൺട്രീസിലാണ്. അപ്പം ഇതുപോലുള്ള യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് 2023 APS ഇല്ലാതെ ഇവിടെ വരാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബയോയിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ജർമ്മനി വിത്ത് പ്രീതി. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.